കള്ളൻ വിജയൻ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിലെ വാർത്തയാണ്. അതൊരു വാർത്ത അന്ന് സപ്ലിമെന്ററി ഇറക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു, ഒഴിവാക്കിയത്. ഈ വാർത്തയൊക്കെ ചർച്ച ചെയ്തതാണ്. ദേശാഭിമാനി പോലും പിണറായി വിജയനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ എത്തിയതാണോ ഇത്? അല്ല, ഞാൻ ആ വാർത്തയുടെ വായിച്ചിരുന്നു. കള്ളൻ വിജയൻ എന്നാണ് അതിൻ്റെ ലേഖനത്തിൻ്റെ പേര്. അത് ചെയ്യുന്ന ഒരു കലാകാരൻ, നാടക കലാകാരനാണ്. ഉം. ആ കലാകാരൻ പറഞ്ഞു അത് തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ കലാകാരൻ ഉദ്ദേശിക്കുന്നത് കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ നാമധേയമായിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കുന്നു. ചെറുപ്പകാലം തുടങ്ങി അദ്ദേഹത്തെ ഓമനിച്ച് വീട്ടുകാരെ വിളിക്കുന്ന പേരാണ് കള്ളൻ വിജയൻ എന്ന്. ഇപ്പോൾ ഈ തരം കഥകൾ കൊടുക്കുന്നത് അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കും ദേശാഭിമാനി ദിനപത്രത്തിലാണ്. നമുക്ക് മനസ്സിലാവുന്നൊരു വസ്തുത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പിണറായി വിജയനെതിരാണ്. പിണറായി വിജയൻ ചെയ്തികൾക്കെതിരാണ്. ഒരു കാലത്ത് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ റെസിഡന്റ് എഡിറ്റർ M സ്വരാജ്. തൃപ്പൂണിത്തുറ MLA ആയിരുന്നു. ടിയാൻ അടക്കം പത്രത്തിലിരിക്കുന്ന സമയത്താണ് ഈ തരം ചർച്ചകൾ വരുന്ന സമയത്ത് ഈ പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്റർ അടക്കമുള്ള ആളുകൾ ഈ വാർത്ത കൊടുക്കണമെന്ന് വാശി പിടിക്കുകയാണ്. അപ്പോൾ അവർ വേറെ കാര്യം ചെയ്യാൻ തയ്യാറാണ്. VS അച്യുതാനന്ദന്റെ പിറന്നാളാണ് പിറ്റേ ദിവസം. ആ വാർത്ത മരിച്ച ദിവസമാണത്. ആ സ്മൃതി വാർത്തകളും കൊടുക്കാൻ തയ്യാറാണ്. ഒപ്പം തന്നെ ഇത് 4-ാം പേജിൽ കൊടുക്കണമെന്ന് ഒരു വാശി പിടിക്കുന്നത്. എന്നെ പോലുള്ള ആൾ ചിന്തിക്കുന്ന നമ്മുടെ ഒരു പ്രശ്നമുള്ളത്, ഈ തരത്തിൽ നമുക്ക് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അന്തസ്സോടുകൂടി ഇവർ തീരുമാനിക്കണം, പിണറായി വിജയൻ ഇവിടുത്തെ രാഷ്ട്രീയത്തിന് പറ്റുന്ന ആളല്ല എന്നുള്ള ദേശാഭിമാനിക്ക് അഭിപ്രായം ഉണ്ടെന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഇയാൾ കേരള രാഷ്ട്രീയത്തിന് പറ്റുന്ന ആളല്ല, ഇയാൾ കള്ളനാണ്, ഇയാൾ അഴിമതിക്കാരനാണ്, ഇയാൾ കൊള്ളരുതാത്തവനാണ്. ഈ അഭിപ്രായം മറ്റുള്ളവർ മാത്രമല്ല പറഞ്ഞത്. ഇത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ആദ്യകാലത്തുള്ള പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇപ്പോഴത്തെ പ്രതിപക്ഷ പ്രസ്ഥാനത്തിൽ പലരും CPI അടക്കമുള്ള ആൾക്ക് അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സമാനമായിട്ടുള്ള അഭിപ്രായം തന്നെ ദേശാഭിമാനിക്കുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദേശാഭിമാനി പോലും ചില സമയമെടുത്ത് ഉപയോഗിക്കുകയാണ്. ആ സമയമെടുത്ത് ഉപയോഗിച്ച് ഏത് തരത്തിലാണോ ഒരു കാലത്ത് പിണറായി വിജയൻ VS അച്യുതാനന്ദനെ ഇരുത്തിക്കൊണ്ട് മദനിയെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത്, കടലിലെ വെള്ളത്തിന് ആ കടലിലെ വെള്ളം ബക്കറ്റിലെടുത്ത പിന്നെ അതിന് തിരയുണ്ടാവില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് പറഞ്ഞത്. അങ്ങനെ VS അച്യുതാനന്ദനോട് ഓർമ്മിപ്പിച്ചത്, താങ്കൾ കടലിലെ വെള്ളം പോലെയാണ്, ഒരു ബക്കറ്റിലെടുക്കണ ആണെങ്കിൽ അതിന് തിരയൊന്നും ഉണ്ടാവില്ല, അത് കടലിൽ കിടക്കുന്ന സമയത്ത് മാത്രമേ തിരയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തി പിണറായി വിജയനാണത്. എന്ന് വെച്ചാൽ പിണറായി വിജയൻ VS അച്യുതാനന്ദനോട് ബോധ്യപ്പെടുത്തിയത്, താങ്കൾ വിചാരിച്ചവരോട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, പാർട്ടിക്കാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ബോധ്യപ്പെടുത്തിയത്. ഇന്ന് അതേ പാർട്ടി തന്നെ, ഈ ചരിത്രം പലപ്പോഴും ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ ഉണ്ടാവുക. ആ ചരിത്രം ഇപ്പോഴെയുള്ള പാർട്ടിയുടെ ദേശാഭിമാനി ദിനപത്രത്തിന്റെ ഒരു കാലത്ത് പിണറായി വിജയന്റെ ശിഷ്യന്മാരായിരുന്ന സ്വരാജ് അടക്കമുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട അവരുടെ വേവലാതി ഈ പറയുന്ന പിണറായി വിജയനെ പോലുള്ള ആളുകൾ പാർട്ടിയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവര് വ്യംഗ്യന്തരേണ ലേഖനങ്ങൾ അവർ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അതിനുശേഷം അവരിത് മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറാവുന്നു. മാറ്റിവെച്ച വാർത്തകൾ മറ്റു പത്രങ്ങൾക്ക് അവർ ചോർത്തി കൊടുക്കുന്നു. അപ്പൊ അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു വാരാന്ത്യം അത് ഞായറാഴ്ച കണ്ട് ഇറക്കുന്നത്. കാരണം എനിക്കറിയില്ല എങ്ങനെയാണ് ഈ വാരാന്ത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞായറാഴ്ച പതിപ്പാവുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. പഴയ വാരാന്ത്യ പതിപ്പ് എന്നാണ് ശരിക്കും എന്നെ പറയേണ്ടത്. ഞായറാഴ്ചയാണെങ്കിൽ ഈ വാരാന്ത്യമാവുന്ന സമയത്ത് ശനിയാഴ്ച ഇറക്കേണ്ട സാധനം. നമ്മുടെ പല പത്രക്കാർക്കും അവർ മഹാമിടുക്കന്മാരായതിൻ്റെ പേരിലും അതിബുദ്ധിശാലികളായതിൻ്റെ പേരിലും അവർക്ക് വാരാന്ത്യം തുടങ്ങുന്നത് ഞായറാഴ്ചയാണ്. ഒരിക്കലും ഞായറാഴ്ചയല്ല വാരാന്ത്യം തുടങ്ങുക, അത് വാരാന്ത്യ പതിപ്പാണ്. ഈ വാരാന്ത്യ പതിപ്പിനകത്ത് ഈ പറയുന്ന പിണറായി വിജയനെ കുറിച്ച് കള്ളൻ വിജയൻ എന്നുള്ള പേരിൽ ഒരു ലേഖനം കൊടുക്കുന്നു. ആ ലേഖനം ഏതോ ഗ്രാമത്തിൽ ജീവിച്ചൊരു കള്ളന്റെ കഥ പറയുന്നതാണ്. ഈ കഥ പറയുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മ വരുന്നത് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പഴയ കാലത്ത് പൗരൻ എന്ന് പറയുന്നതിന്റെ ആലുവായിലൊരു പത്രം 1976 ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ നിര്യാതയായി എന്നുള്ള വാർത്തയെ കൊടുത്തേ, അതിന് താഴെ കൊടുത്തേ. ഉടനെ തന്നെ ഇന്ദിരാഗാന്ധി എന്ന അടിയന്തരാവസ്ഥക്കാലാണ് ഈ പറയുന്ന പൗരന്റെ പത്രാധിപരെ പിടിച്ച് അകത്തിട്ടു. അയാൾ ജയിലിലായി. അയാൾ പിന്നെ 12 മാസക്കാലം ഉണ്ട തന്നെയായിരുന്നു അയാൾ ഇരുന്ന്, ഗോതമ്പുണ്ട എന്ന് മാത്രമല്ല പത്രാധിപന്റെ എന്റെ മുതലാളി പറഞ്ഞു ഞങ്ങൾ മാപ്പ് പറയാം. ആ സമയത്ത് കോൺഗ്രസ്സുകാരും പറഞ്ഞു, കേരളത്തിലെ പോലീസൊക്കെ പറഞ്ഞു അതൊന്നും വേണ്ട, നിങ്ങളൊരു മാപ്പും പറയണ്ട, ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ പത്രാധിപരും അതേപോലെ തന്നെ ക്രമേണ അതിന്റെ പത്രത്തിന്റെ ഉടമസ്ഥനടക്കമുള്ള ആളുകൾ ജയിലിലായത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാടാണ് കേരളം. ഈ കേരളത്തിലാണ് കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാള് എന്ത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ
ഏത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ. പക്ഷേ ഇത് സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് പിണറായി വിജയന് ഇത്തരത്തിനെതിരായിട്ട് ഇത്തരമൊരു നീക്കം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇത് ന്യായമോ അന്യായമോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നമാണ്. ഇത് നേരത്തെ പറഞ്ഞ ഒരു സ്വരാജിനെ പോലുള്ള ആളുകൾ പത്രാധിപ സ്ഥാനത്തുള്ള റെസിഡന്റ് എഡിറ്ററായിട്ടുള്ള പത്രമാണത്. അന്ന് പണ്ട് സ്വരാജ് പറഞ്ഞെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം. അത് ഈ പിണറായി വിജയനെ മണിയടിക്കാൻ വേണ്ടി ചെയ്തതാ. എന്താ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അയാൾ തൂക്കിക്കൊല്ലുന്ന അർത്ഥം. ഈ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് പറയാനായിട്ട് ഇയാളാരാ ഉള്ളത്? അങ്ങനെ പറയാം ഒരു നേതാവിനെ സംബന്ധിച്ച്. ഇപ്പൊ നമുക്ക് രാഷ്ട്രീയപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ VS അച്യുതാനന്ദൻ കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പുന്നപ്ര വയലാർ സമരത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല. ഇത് കളവാണത്, കാപട്യമാണ്, അന്തസ്സിന് നിരക്കാത്തതാണ്. ഇങ്ങനെയുള്ള കളവിന്റെ പ്രതീകമാണ് VS അച്യുതാനന്ദൻ. അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയുള്ള VS അച്യുതാനന്ദൻ ഇവര് പൊക്കിക്കൊണ്ടുവന്ന ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന് നേതാവാക്കിയത് അവരാണ്. സമര നേതാവാക്കി കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഞാൻ വേറൊന്നും കൂടി പറയട്ടെ. കേരളത്തിൽ 10 ലക്ഷം ഹെക്ടർ സ്ഥലത്തായിരുന്നു കേരളത്തില് കൃഷിഭൂമി ഉണ്ടായത്. ആ കൃഷിഭൂമി 3 ലക്ഷം ഹെക്ടറിലേക്ക് കുറച്ചതിൽ VS അച്യുതാനന്ദന് പങ്കില്ലേ? പങ്കുണ്ട്. അങ്ങനെ 3 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് കൃഷിഭൂമി ആക്കിയതിനു ശേഷം അദ്ദേഹം കർഷക തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ആ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് സമരം നടത്തി. എന്താ ഈ നമ്മൾ കേട്ടിട്ടുണ്ടാവും വെട്ടുനിരത്തൽ സമരം. ആ സമരം ആലപ്പുഴ ജില്ലയിലേക്ക് ആരംഭിച്ച ആ സമയത്താണ്. കാരണം കൃഷി ചെയ്യേണ്ട ഇടങ്ങളിൽ വാഴ നടുന്നു, തെങ്ങ് നടുന്നു, അത് ഞങ്ങൾ വെട്ടുനിരത്തും എന്ന് വെച്ചാൽ ഉന്മൂലന സിദ്ധാന്തത്തിന്റെ വക്താവാണ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളതിനോടും സത്യത്തിൽ നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇന്നിപ്പോൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളൻ വിജയനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ ലേഖനം ഒരു പേജിൽ കൊടുക്കുന്ന സമയത്ത് VS അച്യുതാനന്ദന്റെ മരണ ദിവസത്തിന്റെ വാർത്തകളും കൂടിയിട്ട് അദ്ദേഹത്തെ എന്തൊരു കടലിരുമ്പെന്നൊക്കെ പറയും. ആ പറയുന്നൊരു വലിയൊരു വാർത്തയും കൊടുത്ത് ഈ പുള്ളി VS അച്യുതാനന്ദൻ കടലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഊർദ്ധവായു കൊടുക്കുന്ന പ്രവർത്തനമാണ് ദേശാഭിമാനി പരിശ്രമിച്ചത്. പക്ഷെ ഒന്നുണ്ട് ശരിക്ക്, ഇന്ത്യയിലെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മനസ്സ് അത് കമ്മ്യൂണിസത്തിന്റെ ഈ പറയുന്ന ജൽപ്പനങ്ങൾക്കെതിരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയ്തികൾക്കെതിരാണ്. അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് സ്വരാജ് ആണെങ്കിൽ എന്നല്ല, ആര് തന്നെ പത്രാധിപരായാലും ഈ പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് യാതൊരു മാറ്റം വരുത്താൻ വേണ്ടി സാധ്യമല്ല. കാരണം VS അച്യുതാനന്ദൻ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരുപറ്റം കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നുണ്ടാവും, പക്ഷേ കാപട്യത്തിന്റെ പ്രതിരൂപമാണ് അദ്ദേഹം. അതേപോലെ തന്നെ പിണറായി വിജയനെ സംബന്ധിച്ച് ഇത് സത്യസന്ധമായിട്ടുള്ള വാക്കാണ്. പക്ഷേ സത്യസന്ധമായിട്ടുള്ള വാക്ക് പോലും ചില സമയത്ത് പ്രയോഗിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഈ പറയുന്ന കള്ളൻ വിജയം എന്നുള്ളത് ഇവരുടെ എല്ലാം മനസ്സിന്റെ ഉള്ളില് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ ഇന്നിപ്പോൾ ചിന്തയുണ്ട്. പിണറായി വിജയൻ കള്ളനാണ്, പിണറായി വിജയൻ പണം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്, അയാൾ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്, അയാൾ മരുമകന് വേണ്ടി ജീവിക്കുന്ന ആളാണ്, പാർട്ടിയെ പോലും അയാൾ ഒറ്റുകൊടുക്കുന്ന ആളാണ്, പാർട്ടിയെ പോലും ഒറ്റുകൊടുത്തുകൊണ്ട് പണം സമ്പാദിക്കുന്ന ആളാണ്. ഈ ധാരണകളൊക്കെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പോലും മനസ്സിലുണ്ട് എന്നുള്ളതാണ് ദേശാഭിമാനി കൂടി പുറത്തു വരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാത്തിനും പരിധി നിശ്ചയിക്കുന്നത് നല്ലതാണ്. ഇതൊരു കമ്മ്യൂണിസത്തിന്റെ സ്വഭാവമാണ്. കമ്മ്യൂണിസ്റ്റ് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം നോക്കൂ. ഞാൻ സോവിയറ്റ് റഷ്യയിൽ മാത്രം എക്സാമ്പിൾ എടുക്കാം. അവിടെ സോവിയറ്റ് റഷ്യ ഭരിച്ചിരുന്നത് സ്റ്റാലിനാണ്. ലോകം കണ്ട അതിക്രൂരനായിട്ടുള്ള ഭരണാധികാരി. 3 കൊല്ലക്കാലം കൊണ്ട് 2 കോടി ജനങ്ങളെ കൊന്നു തള്ളിയിട്ടുള്ള നീചനായിട്ടുള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞ സമയത്ത് 1960 അയാളുടെ ഡെഡ് ബോഡി എടുത്തിട്ട് ഈ പറയുന്ന ലെനിൻഗ്രാഡിൽ നിന്ന് ഡെഡ് ബോഡി മൃതദേഹം പൊക്കിയെടുത്തുകൊണ്ട് ക്രെംലിൻ പട്ടണത്തിന് പുറത്ത് കളഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അന്നത്തെ റഷ്യയുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പേര് ക്രൂഷ്ചേവ് എന്നാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പേര് ഈ ക്രൂഷ്ചേവ് അടക്കമുള്ള ആളുകളാണ് ചെയ്തത്. എന്നിട്ട് ക്രൂഷ്ചേവ് പറഞ്ഞു ഇയാളുടെ നിഷ്ഠൂരമായ പ്രവർത്തനത്തെ സംബന്ധിച്ച് പാർട്ടി യോഗത്തിൽ സംസാരിച്ചു. ഒരു പാർട്ടി അണി എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് തെറ്റായിരുന്നെങ്കിൽ അന്നേ പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ക്രൂഷ്ചേവ് പറഞ്ഞു, ആ ചോദ്യം ചോദിച്ച ആള് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറയാണ്. ആരും എഴുന്നേറ്റില്ല. അപ്പോൾ തന്നെ ക്രൂഷ്ചേവ് പറയുന്നു, ഇത് തന്നെയായിരുന്നു അക്കാലത്ത് സംഭവിച്ചിരുന്നത്. ആരെങ്കിലും സ്റ്റാലിനോട് തെറ്റാണെന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് വെടിവെക്കാൻ വേണ്ടി സാധിക്കും. ക്രൂഷ്ചേവ് ചോദിച്ചത് തൻ്റെ സമീപത്തിരിക്കുന്ന പട്ടാളക്കാരനായിരിക്കുന്ന ആളോട് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് മേടിച്ചുകൊണ്ടാണ് ആരാണ് സംശയം ചോദിച്ചെന്ന് ചോദിച്ചത്. ഈ സംശയങ്ങൾ തിരിച്ചറിയാവുന്നവരാ കമ്മ്യൂണിസ്റ്റുകൾ. ഇത് തന്നെയാണ് കേരളത്തിലെ അവസ്ഥ. അത് VS അച്യുതാനന്ദനായാലും
പിണറായി വിജയനാണെങ്കിലും എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചത് ജനവിരുദ്ധമായിട്ടുള്ള മാർഗത്തിൽ കൂടിയാണ്. ആ ജനവിരുദ്ധത അവരുടെ മേലെത്തട്ട് തുടങ്ങിയിട്ട് താഴെത്തട്ട് വരെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ ഘടകം ശരിക്കതാണ് ശരിക്കത്. ഇത് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.